ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ ജാഫറിന് വേണ്ടി ബിഗ് ബോസ് തന്റെ കാണികളെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജാസ്മിന്റെ ഫാദറിനെ ഇതുവരെയും ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു ഓപ്പറേഷനും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പുറത്തു വെച്ച് കണ്ടവർ ഒരുപാട് പേരാണ്. ജാസ്മിന്റെ വീടിനടുത്തുള്ളവർ നേരിട്ട് പോയി അന്വേഷിച്ച സമയത്തും ഇത്തരത്തിലുള്ള ഓപ്പറേഷനും ഇതുപോലുള്ളൊരു അസുഖവും ജാസ്മിന്റെ ഫാദറിനുള്ളതായിട്ട് അറിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ജാസ്മിനെ ഇസ്ലാമിക് ആ ഒരു സമുദായത്തിൽ നിന്ന് പുറത്താക്കിയോ? ജാസ്മിന്റെ ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു നോൻപ് മാസത്തിൽ, ഈ ഒരു നോൻപ് ആചരിക്കുന്ന ഈ ഒരു സമയത്ത് ജാസ്മിൻ ജാഫർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജാസ്മിൻ ജാഫറിനെ ഇസ്ലാമി മതത്തിൽ നിന്ന് പുറത്താക്കിയോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയുള്ള ഫുൾ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയാം, ജാസ്മിൻ ജാഫറിന്റെ ഫാദറിനെ പുറത്ത് വെച്ച് കണ്ടവർ ഒരുപാട് പേരാണ്. ജാസ്മിന്റെ വീടിനടുത്തുള്ളവര് വീട്ടിൽ പോയി അന്വേഷിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പുറത്തിറങ്ങി ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് എന്തിനാണ് ബിഗ് ബോസിലേക്ക് വിളിച്ചത്? ഇത് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ടെലികാസ്റ്റ് ചെയ്യാഞ്ഞത്? ബിഗ് ബോസും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഒത്തുകളിയാണോ ഇത്? ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ, നമ്മുടെ ജാസ്മിന്റെ ഫാദറിന് ഒരു ബ്ലോക്ക് ഉണ്ട്. ഒരു ആൻറ്റിയോഗ്രാം കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരന് അസുഖം കാരണം ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. പുറത്തിറങ്ങുന്നുണ്ട്, അത് ഉള്ള കാര്യം തന്നെയാണ്. പുറത്തിറങ്ങുന്നുണ്ട്, തൻ്റെ അയൽവാസികളെ കാണുന്നുണ്ട്, പുള്ളി ആക്റ്റീവായിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. പക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിട്ട് ജാസ്മിന്റെ ഫാദറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് ജാസ്മിനെ ബിഗ് ബോസിലേക്ക് കോണ്ടാക്ട് ചെയ്തത്. അല്ലാതെ ഇതിനകത്ത് കള്ളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു അസുഖമുണ്ട്. അത് ജാസ്മിനെ അറിയിക്കേണ്ടത് ബിഗ് ബോസിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 12ാം എപ്പിസോഡിൽ ജാസ്മിൻ ജാഫറിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വീട്ടുകാരെ ബിഗ് ബോസ് സമ്മതിച്ചത്. പിന്നീട് ഒരുപാട് പേര് അറിയാനിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ പ്രവർത്തികളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ജാസ്മിൻ നമ്മുടെ ഗബ്രി ആയിട്ട് തൊട്ടും തലോടിയും ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നതും, അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ, അത് പ്രണയമായിക്കൊള്ളട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊള്ളട്ടെ, എന്തുമാകട്ടെ, ഈ ഒരു റംസാൻ നോൻപ് മാസത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ജാസ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ജാസ്മിനെ ഇസ്ലാമി ആ ഒരു സമുദായത്തിൽ നിന്ന് പുറത്താക്കണം, അവളെ നാട് കടത്തണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജാസ്മിന്റെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് ജാസ്മിനെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് അസുഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ജാസ്മിനെ കോൾ ചെയ്തത്. ഈ ഒരു കാര്യം ജാസ്മിനെ അറിയിച്ചത് കൊണ്ടാണ് ജാസ്മിൻ എത്രയേറെ പാനിക്കായത്, അത്രയും പൊട്ടിക്കരഞ്ഞത്, ഗബ്രിയൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിൽ ജാസ്മിൻ വന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം അറിഞ്ഞതുകൊണ്ടാണ്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ഇതുവരെ ജാസ്മിന്റെ ഫാദറിന്റെ അസുഖത്തെ പറ്റിയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാകാൻ പോകുന്ന ഓപ്പറേഷൻസിനെ പറ്റിയോ ഒന്നും സംസാരിച്ചിട്ടില്ല. നമ്മളിങ്ങനെ നടക്കുന്ന കാര്യം ഗബ്രിയോട് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിങ്ങനെ നടക്കുന്നത് പുറത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ, അതിപ്പോൾ ഒരു കൂട്ടുകാരായിക്കൊള്ളട്ടെ, അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിൽ വെച്ച് നമ്മൾ പെരുമാറുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഗബ്രിയോടും അതോടൊപ്പം തന്നെ മറ്റുള്ള സഹതാരങ്ങളോടും പറയുന്നുണ്ട്. ഈ ഒരു സമയത്തൊന്നും ജാസ്മിൻ തൻ്റെ ഫാദറിൻ്റെ അസുഖത്തെ പറ്റി പറയുന്നില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജാസ്മിനെ ഇസ്ലാമി മതത്തിൽ നിന്ന് പുറത്താക്കി, പ്രത്യേകിച്ച് ഈ ഒരു റംസാൻ നോൻപെടുക്കുന്ന സമയത്ത് എല്ലാ ഇസ്ലാമികളും അവരുടേതായിട്ടുള്ള അത്രയും ചിട്ടയോടുകൂടിയുള്ള ഈ ഒരു നോൻപെടുക്കുന്ന സമയത്ത് ജാസ്മിൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് തന്നെ ജാസ്മിനെ തൻ്റെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു ആർഗ്യുമെന്റ് അദ്ദേഹത്തിന് എതിരെ വെക്കരുത്. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്. അതിനെ അതിൻ്റെ രീതിയിൽ മാത്രം കാണുക. ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ഉൾപ്പെടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് ബിഗ് ബോസിലും ചെറിയ അതിൻ്റെ ഒരു പോർഷൻ ടെലികാസ്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് ജാസ്മിൻ ജാഫറിൻ്റെ ഫാമിലി രംഗത്തോട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത്. നാളെ ആ ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും എന്ന്
തന്നെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ്സ് ആ ഒരു വീഡിയോ ഒന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളെല്ലാനും അതിൻ്റെ പൂർത്തിയിലെത്തിക്കാനായിട്ട് അവരുടെ ഫാമിലി തന്നെ ഈ ഒരു സമയത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ, അതും വളരെ വലിയ ഒരു ആർഗ്യുമെൻ്റ് ആണ് ഇവർക്കെതിരെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഫാമിലിയും അതുപോലെ തന്നെ ഇവരുടെ സമുദായത്തെയും ഒക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അത്തരത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം എത്ര വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്കൊരു ബേസിക് മൈൻഡ് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമികൾക്കെതിരായിട്ടാണ്. അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മളിതൊരു ഗെയിം ഷോ ആയിട്ട് മാത്രം കാണുക. വീണ്ടും വീണ്ടും പറയുന്നു, ഒരാളുടെ ജീവിതത്തിൽ കൈകടത്തരുത്, ഒരിക്കലും അത് ചെയ്യരുത്. ഇതൊരു ഗെയിം ഷോ ആണ്. ഇതിനെ അതിൻ്റെ രീതിയിൽ കണ്ട് കുറച്ച് നേരം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആയിട്ട് മാത്രം കാണുക. ഓരോ കണ്ടസ്റ്റൻസിനും ഓരോ വ്യൂവേഴ്സിനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാകും. അവരെ സപ്പോർട്ട് ചെയ്യുക, ഹോട്ട്സ്റ്റാറിൽ അവരെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഷോ ആസ്വദിക്കാൻ ശ്രമിക്കുക. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിൽ സംഭവിക്കുന്ന ടാസ്കുകളായിക്കൊള്ളട്ടെ, ഓരോ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹിക്കുന്നതായിക്കൊള്ളട്ടെ, എന്തായാലും നമ്മൾക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ട് അതിന് എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കൈ കടത്തരുത്. അത് വീണ്ടും പറയുന്നു. ഇപ്പോൾ ഞാൻ ആരുടെയും PR വർക്ക് ഏറ്റെടുത്തൊരു വ്യക്തിയൊന്നുമല്ല. ഇപ്പോൾ പറയും ഇത്രയേറെ ജാസ്മിന് വേണ്ടി സംസാരിച്ചതുകൊണ്ട് അവരുടെ PR വർക്ക് ഏറ്റെടുത്തൊരു വ്യക്തിയാണെന്നുള്ള ഒരു കമൻറ്റുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ പറയുന്നവർക്ക് എന്തും പറയാം. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ കൈകടത്തുന്നത് ശരിയല്ല. ആസ് എ ബിഗ് ബോസ് റിവ്യൂവർ ഞാൻ അതിനെ എതിർക്കുന്നു, തീർച്ചയായിട്ടും എതിർക്കുന്നു. ബിഗ് ബോസിൽ എനിക്ക് ജാസ്മിനേക്കാളും ഇഷ്ടപ്പെട്ട കുറച്ചധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും ഒരു പേഴ്സണൽ ഫേവറേറ്റ്, ഞാനൊരു അഡാർ ഫാനല്ല ആരുടെയും. കാരണം ഒരു റിവ്യൂവറാണ്. എനിക്ക് ചിലപ്പോൾ മാറേണ്ടി വരും. ഇന്നിപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ നാളെ ചിലപ്പോൾ സിജോനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, മറ്റന്നാൾ ചിലപ്പോൾ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരുടെ ഗെയിം പ്ലാനുകളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അവർ ബിഗ് ബോസിന് കൊടുക്കുന്ന കണ്ടന്റുകൾ നോക്കിയിട്ട് മാത്രമേ എനിക്ക് അവരെ വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരാളുടെ PR വർക്ക് ഒരിക്കലും ഏറ്റെടുക്കില്ല. അത് എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. വളരെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ജാസ്മിൻ്റെ ഫാമിലി അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് വരും. അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുമെന്നാണ് അറിയുന്നത്. ജാസ്മിനും അതിൻ്റേതായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും തരും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന്. അല്ലാതെ അവരുടെ ഫാമിലിയെ കയറി ആക്രമിക്കുന്ന രീതിയിൽ അത്തരത്തിലേക്ക് നിങ്ങൾ അത്രയും താഴ്ന്നു പോകരുത് നിങ്ങൾ ഒരിക്കലും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ലൈവ് വോട്ടിംഗ് റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പബ്ലിക് PR എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് ഞാൻ ആ ഒരു ചാനലിൽ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ വ്യക്തവും കൃത്യവും ശക്തവുമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നമ്മൾ ഒരു വോട്ടിംഗ് റിസൾട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്